അപ്പോൾ ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ വെച്ചാൽ എൻട്രോപ്പി ചേഞ്ചിൻ്റെ കാൽക്കുലേഷനാണ്. എൻട്രോപ്പി ചേഞ്ച് ഓഫ് സിസ്റ്റത്തിൻ്റെ കാൽക്കുലേഷൻ നമ്മൾ പഠിച്ചത്. അതിൻ്റെ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ടെമ്പറേച്ചർ ഓഫ് ദി സിസ്റ്റം ഈസ് ചേഞ്ചിങ്. സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ ചേഞ്ച് ആകുന്നുണ്ട്. ടെമ്പറേച്ചർ ഓഫ് സറൗണ്ടിങ് അത് കോൺസ്റ്റൻ്റ്. അപ്പം മെല്ലെ എന്താണ് സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ മെല്ലെ സറൗണ്ടിങ്ങിൻ്റെ ടെമ്പറേച്ചറായിട്ട് ഈക്വൽ ആവുന്ന ഒരു കേസാണ്. അപ്പോൾ കൂളിംഗ് ഓഫ് ഹീറ്റ് ബോഡി ഓഫ് അതിൻ്റെ എക്സാമ്പിൾസ് ആണ് കൂളിംഗ് ഓഫ് ഹോട്ട് മെറ്റാലിക് ബ്ലോക്ക് ഇൻ എക്സസ് ഓഫ് വാട്ടർ, കൂളിംഗ് ഓഫ് കോഫി ഇൻ സീ വാട്ടർ. ഇതൊക്കെ അതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പം അതിൻ്റേതാണ് എന്താണ് നമ്മൾ ഇന്നലെ പഠിച്ച ഡെൽറ്റ എസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡി ക്യൂ ഡിവൈഡ് ബൈ അതിൻ്റെ ടെമ്പറേച്ചർ, ദാറ്റ് ഇസ് ഇക്വൽ ടു നമ്മൾ എം എസ് എൽ എൻ ടി ടു ബൈ ടി വൺ അല്ലെങ്കിൽ എൻ സി പി എൽ എൻ ടി ടു ബൈ ടി വൺ. പിന്നെ സറൗണ്ടിങ്ങിൻ്റെ ഡെൽറ്റ എസ് സറൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് എന്താണോ സിസ്റ്റത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഹീറ്റ് ചേഞ്ച്. സിസ്റ്റം മേ ബി രണ്ട് എന്തോ ആവാം. സിസ്റ്റം മേ ബി ഹീറ്റ് പുറത്തോട്ടേക്ക് കൊടുത്തിട്ട് സറൗണ്ടിങ്ങിന് വാങ്ങാം. സോ ഡെൽറ്റ മൈനസ് ഡെൽറ്റ എച്ച് സിസ്റ്റത്തിൻ്റെ ഡിവൈഡ് ബൈ ടെമ്പറേച്ചർ ഓഫ് സറൗണ്ടിങ്, അതാണ് എന്ത് ഡെൽറ്റ എസ് സറൗണ്ടിങ് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ എൻട്രോപ്പി ഓഫ് ദി സറൗണ്ടിങ്. അപ്പോൾ സിസ്റ്റം മേ ബി പുറത്തോട്ടേക്ക് ഹീറ്റ് സറൗണ്ടിങ്സിനേക്ക് കൊടുക്കാം. ഓക്കെ, അതാണ് ചൂട് ചായയുടെ കേസ്. അല്ലെങ്കിൽ സിസ്റ്റം എന്ത് ചെയ്യാൻ പറ്റും, സിസ്റ്റം പുറത്തുനിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്യാൻ പറ്റും. സിസ്റ്റം മേ ബി സറൗണ്ടിങ്ങിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്യും. അങ്ങനെ സിസ്റ്റം മേ ബി സറൗണ്ടിങ്ങിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നതിൻ്റെ ഒരു എക്സാമ്പിൾ എന്താണ്, അതിൻ്റെ എക്സാമ്പിളാണ് നമുക്ക് എന്താ പറയുക, ഒരു വാട്ടർ ഇപ്പം നിലത്ത് വീണ്, ഓക്കെ, അത് ഇവാപ്പറേറ്റ് ചെയ്യുന്നത് സറൗണ്ടിങ്ങിൽ നിന്നുള്ള ഹീറ്റുകൾ അബ്സോർബ് ചെയ്തിട്ടാണ് അത് ഇവാപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയും എൻട്രോപ്പി ചേഞ്ച് ലാസ്റ്റ് ഇൻക്രീസ് ആവുന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ അതിൻ്റെ ഇക്വേഷൻ ആണ് ഇത്. പിന്നെ ഫേസ് ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്, ഡെൽറ്റ എച്ച് സിസ്റ്റം ഇസ് ഇക്വൽ ഡെൽറ്റ എച്ച് ഫ്യൂഷൻ ഡിവൈഡ് ബൈ ടെമ്പറേച്ചർ അറ്റ് ദി മെൽറ്റിംഗ് പോയിന്റ്, ബിക്കോസ് സോളിഡ് ലിക്വിഡ് ആയതുകൊണ്ട് ടെമ്പറേച്ചർ മെൽറ്റിംഗ് പോയിന്റ് ആണ്. പിന്നെ അതേപോലെ ഇതിന് ഓരോ കേസൊക്കെ പഠിച്ചാണ്. സറൗണ്ടിങ് ആണെങ്കിൽ മൈനസ് ഡെൽറ്റ എച്ച് ഫ്യൂഷൻ ഡിവൈഡ് ബൈ ടി സറൗണ്ടിങ് ഒന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. പിന്നെ എന്താണ്, പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആവണമെങ്കിൽ നമ്മൾ വിചാരിച്ചു പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആവണമെങ്കിൽ ഡെൽറ്റ എച്ച് ഓഫ് ദി സിസ്റ്റം പ്ലസ് ഡെൽറ്റ എച്ച് ഓഫ് ദി സറൗണ്ടിങ് ദാറ്റ് ഇസ് ഡെൽറ്റ എച്ച് ഓഫ് ദി യൂണിവേഴ്സ്, അത് പോസിറ്റീവ് ആയിരിക്കണം. സോ അത് പോസിറ്റീവ് ആണെങ്കിൽ രണ്ട് നെഗറ്റീവ് സാധനങ്ങൾ. സോ എന്തായാലും നമുക്കറിയാം നെഗറ്റീവ് ചെറുതാവണം, പോസിറ്റീവ് വലുതാവണം. പോസിറ്റീവായിട്ട് വരണമെങ്കിൽ നെഗറ്റീവിൻ്റെ വാല്യൂ ചെറുതാവണം. സോ ടി സറൗണ്ടിങ്ങിൻ്റെ ടെമ്പറേച്ചർ അത് കൂടണം, എന്തിനേക്കാളും സിസ്റ്റത്തിനേക്കാളും കൂടണം. നമ്മൾ വിചാരിച്ചു നോക്കുക സോളിഡ് ലിക്വിഡിലേക്ക് മാറും, മെൽറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചറിനേക്കാളും കൂടുതലായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഐസ് മെൽറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഐസിൻ്റെ ടെമ്പറേച്ചറേക്കാളും കൂടുതലായിരിക്കും ചുറ്റുപാടുള്ള സറൗണ്ടിങ്ങിൻ്റെ ടെമ്പറേച്ചർ എന്നുള്ള കാര്യം ഒബ്വിയസ് എല്ലാവർക്കും അറിയാം. അല്ലാണ്ട് ഐസിൻ്റെ അതേ ടെമ്പറേച്ചർ തന്നെയായിരിക്കും ചുറ്റുപാടുള്ള ടെമ്പറേച്ചർ. ഇപ്പോൾ ഐസ് 0 ഡിഗ്രിയിലുണ്ട്, ചുറ്റുപാട് ടെമ്പറേച്ചർ -20 എന്നുള്ള ഡിഗ്രി ആണെങ്കിൽ അത് മെൽറ്റ് ചെയ്യുമോ? ഇല്ല, ഒരിക്കലും മെൽറ്റ് ചെയ്യൂല. അപ്പോൾ അതന്നെയാണ് കഥ. ഓക്കെ, സ്പോണ്ടേനിയസ് ആണെങ്കിൽ ടെമ്പറേച്ചർ എന്താണ് ബിലോ മെൽറ്റിംഗ് പോയിന്റ് എന്നുള്ള ഒരു കാര്യം. ഇവിടെ ടെമ്പറേച്ചർ ഷുഡ് ബി ബിലോ മെൽറ്റിംഗ് പോയിന്റ്. ഓക്കെ, സോറി, ഇത് അബവ് മെൽറ്റിംഗ് പോയിന്റ് അല്ല, ഇവിടെയും അതന്നെ അബവ് ബോയിലിംഗ് പോയിന്റ് കേട്ടോ. ലിക്വിഡ് വേപ്പറിലേക്ക് അപ്പോൾ നമ്മൾ പുറത്തുള്ള ടെമ്പറേച്ചർ ഈ പറഞ്ഞ ലിക്വിഡിൻ്റെ ബോയിലിംഗ് പോയിന്റിനേക്കാളും വലുതാണെങ്കിൽ മാത്രമേ പുറത്തുനിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് ആ സിസ്റ്റം മെല്ലെ ലിക്വിഡിൽ നിന്ന് വേപ്പറിലേക്ക് മാറുള്ളൂ എന്നുള്ള കഥ മനസ്സിലാക്കാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ അല്ല ഇതാ ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദി ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് ഫോർ ദി ട്രാൻസിഷൻ ഓഫ് 368 കെൽവിൻ ഓഫ് 1 മോൾ ഓഫ് സൾഫർ. ഓക്കെ, സൾഫറിൽ നിന്ന് മോണോക്ലിനിക് സൾഫറിൽ നിന്ന് റോംബിക് സ്റ്റേറ്റിലേക്ക് പോകുന്നുണ്ട്. ഇഫ് ഡെൽറ്റ എച്ച് ഇസ് മൈനസ്, അസ്യൂം ദി സറൗണ്ടിങ് ഈസ് ഐസ് വാട്ടർ. ഓക്കെ, സറൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഐസ് വാട്ടർ, ദാറ്റ് മീൻസ് 0 ഡിഗ്രി സെൽഷ്യസ്. ഐസ് വാട്ടർ ബാത്താണ്, സോ 0 ഡിഗ്രി സെൽഷ്യസിലാണുള്ളത്. ഫൈൻ, എന്താണ് കണ്ടെത്താൻ പറയുന്നത്? ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച്. സോ ആദ്യം എൻട്രോപ്പി ചേഞ്ച് ഓഫ് ദി സിസ്റ്റം നമുക്ക് കണ്ടെത്താം. സിസ്റ്റം എന്തായാലും നമ്മൾ ഇക്വേഷൻ എന്താണ് കേസ്, ഇതെന്താണ് കേസ്, മോണോക്ലിനിക്കിൽ നിന്ന് റോബിക്. അപ്പോൾ ഫേസ് ട്രാൻസ്ഫോർമേഷൻ നമ്മൾ കേസ് 2 ആണ്. ഓക്കെ, കേസ് 2 ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ഡെൽറ്റ എച്ച് എന്താണോ പരിപാടി നടക്കുന്നത്, ഡെൽറ്റ എച്ച് മോണോക്ലിനിക് റോംബിക് പരിപാടിയാണെങ്കിൽ ആ ഡെൽറ്റ എച്ച് ഡിവൈഡഡ് ബൈ ആ ടെമ്പറേച്ചർ, ഏത് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലാണ് നടക്കുന്നത്. സോ കാൽക്കുലേറ്റ് ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് ഫോർ ദി ട്രാൻസിഷൻ അറ്റ് 368 ആണെങ്കിൽ 368 വേണം. സോ ഇതിൻ്റെ എത്ര -401.7 ജൂൾ ഡിവൈഡഡ് ബൈ സൾഫറിൻ്റെയാണ് പറയുന്നത്, ദാറ്റ് ഈസ് 368 ഡിവൈഡ് ബൈ 368. ഇവിടെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും മൈനസ് ആണ്. ദാറ്റ് മീൻസ് എനർജി പുറത്തോട്ടേക്ക് കൊടുക്കുക ചെയ്യുന്നത്. ഏത് ഈ സിസ്റ്റം ആയിട്ടുള്ള സൾഫർ എന്തോ സാധനം, ആ സാധനം പുറത്തോട്ടേക്ക് എനർജി കൊടുക്കുന്നുണ്ട്, പുറത്തോട്ടേക്ക് ഹീറ്റ് എനർജി കൊടുക്കുന്നു. ദാറ്റ് മീൻസ് സറൗണ്ടിങ് എനർജി അബ്സോർബ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് സറൗണ്ടിങ്സ് എന്ത് ചെയ്യാണ്, സറൗണ്ടിങ്ങിൻ്റെ എൻട്രോപ്പി മെല്ലെ കൂടുക ചെയ്യുന്നുള്ള കാര്യം മനസ്സിലാക്കുക. സറൗണ്ടിങ്ങിൻ്റെ എൻട്രോപ്പി കൂടുന്നുണ്ട്. അതിന് ഡെൽറ്റ എസ് ഓഫ് ദി സൾഫർ കണ്ടെത്തിയ ഡെൽറ്റ എസ് ഓഫ് ദി ബാത്ത്, അതാണ് സറൗണ്ടിങ്. അതെന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, കാരണം മൈനസ് ഡെൽറ്റ എച്ച് ഓഫ് ദി സിസ്റ്റം എന്നാണ്. സോ നേരെ മൈനസ് പ്ലസ് ആവും. ഡിവൈഡ് ബൈ അതിൻ്റെ ടെമ്പറേച്ചർ എത്രയാണ്, 278 ഡിഗ്രിയാണ്. എവിടെയാണല്ലേ, 0 ഡിഗ്രി സെൽഷ്യസ് ആണ്, അത് ഗിവൺ ആണ്. സോ 273. നിങ്ങൾ വിചാരിച്ചു നോക്കും, നേരത്തെ പറഞ്ഞ എന്തായിരുന്നു, ടെമ്പറേച്ചർ സറൗണ്ടിങ്ങിൻ്റെത് എന്തായിരിക്കണം, കൂടണം എന്നാണ് പറയുന്നത് അല്ലേ, എന്നാലേ സ്പോണ്ടേനിയസ് ആവുന്നുള്ളൂ. അപ്പം ഇവിടെ ടെമ്പറേച്ചർ എന്താ സറൗണ്ടിങ്ങിൻ്റെത്
അത് സിസ്റ്റത്തിനേക്കാളും കുറവാണല്ലോ, ഒബ്വിയസ്ലി കാണുന്നുണ്ട്, കുറവാണ്. അപ്പോൾ ഇവിടെ എന്താണ് ഇതൊരു സ്പോണ്ടേനിയസ് ഇല്ലേ എന്ന് ഡൗട്ട് ഉണ്ടാവും. എടാ ബ്രോ, ഇപ്പോൾ നേരത്തെ കഥ എന്ന് വെച്ചാൽ സോളിഡിൽ നിന്ന് ലിക്വിഡിലേക്ക് പോകുന്ന കഥയാണ്. ഓക്കെ, അത് എന്ന് പറയുന്നത് ഒരു എൻഡോതെർമിക് റിയാക്ഷൻ ആണ്. അപ്പോൾ എൻഡോതെർമിക് റിയാക്ഷൻ നടക്കണമെങ്കിലാണ് നമ്മൾ സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിങ്ങിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ടാണ് ഈ പരിപാടി നടക്കുന്നത്. ശരി, പക്ഷേ ഇപ്രാവശ്യം കഥ എന്ന് പറഞ്ഞാൽ ഇതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. എക്സോതെർമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റം പുറത്തോട്ടേക്ക് ഹീറ്റിനെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. സിസ്റ്റം പുറത്തോട്ടേക്ക് ഹീറ്റിന് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിച്ചു നോക്ക്, ആരുടെ എൻട്രോപ്പിയാണ് കൂടുന്നത്? ഡെഫിനറ്റ്ലി സറൗണ്ടിങ് എൻട്രോപ്പിയാണ് കൂടുന്നത്. സറൗണ്ടിങ് എൻട്രോപ്പി കൂടുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ഇവിടെ രണ്ടാളും ടോട്ടൽ ആഡ് ചെയ്ത് തന്നെ മനസ്സിലാവുന്നുണ്ട് എന്താ കിട്ടുന്നത്. എൻട്രോപ്പി ചേഞ്ച് അത് പോസിറ്റീവ് ആണ് കിട്ടുന്നത്, 0.38 ആണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സ്പോണ്ടേനിയസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ അടുത്തതാണ് ഈ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ എന്താണ്? ആദ്യം ഐസ് -20 ഐസ്, അത് ലാസ്റ്റ് എന്തിലേക്ക് എത്തുന്നുണ്ട്? 700 ഡിഗ്രി വേപ്പറിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന ടോട്ടൽ എൻട്രോപ്പി, നെറ്റ് എൻട്രോപ്പി ചേഞ്ചാണ് നടത്താൻ പറയുന്നത്. സിസ്റ്റത്തിൻ്റെയും സറൗണ്ടിങ്ങിനെയും രണ്ടും ആഡ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ആദ്യം സിസ്റ്റത്തിൻ്റെ കഥ നോക്കി നോക്കാം. സിസ്റ്റത്തിൻ്റെ ആണെങ്കിൽ എന്താണ്, ആദ്യം ഇയാൾ -23 ഡിഗ്രിയിൽ നിന്ന് -23 ഡിഗ്രി ഐസിൽ നിന്ന് 0 ഡിഗ്രി ഐസിലേക്ക് പോകണം, എന്നാലേ ഫേസ് ട്രാൻസ്ഫോം ആവുള്ളൂ. അല്ലെ, അപ്പോൾ 0 ഡിഗ്രി ഐസിലേക്ക് പോകുന്നുണ്ടെങ്കിൽ എന്താണ് ഇവിടെ സിസ്റ്റത്തിന് ടെമ്പറേച്ചർ മെല്ലെ ചേഞ്ച് ആവുന്നുണ്ട്. സോ ടെമ്പറേച്ചർ ചേഞ്ച് ആവുമ്പോൾ കേസ് 1 ഉണ്ടാവുന്ന ഡെൽറ്റ എസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഡെൽറ്റ എസ് ആണെങ്കിൽ വി നോ ദാറ്റ് MS ln T2 / T1. സോ ln T2/T1, S1 ആണെങ്കിൽ MS1 ln T2 എന്ന് പറഞ്ഞാൽ ഫൈനൽ ടെമ്പറേച്ചർ. ഓക്കെ, ഫൈനൽ ടെമ്പറേച്ചർ ഏത് ടെമ്പറേച്ചറിലേക്കാണ് പോകുന്നത്? മെല്ലെ 0 ഡിഗ്രി സെൽഷ്യസ്, അത് 273, പിന്നെ -23 250 ആണ്. ഓക്കെ, അതിന് ശേഷം എന്താണ് 0 ഡിഗ്രി ഐസിൽ നിന്ന് ഇനി 0 ഡിഗ്രി ഐസിൽ നിന്ന് ഇതിലേക്ക് മാറണം, 0 ഡിഗ്രി വാട്ടറിലേക്ക് മാറണം. അപ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് കഥയാണ്. അപ്പം ഇത് ഫേസ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്ന എൻട്രോപ്പി ചേഞ്ച് ആണ്. സോ ഫേസ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്ന എൻട്രോപ്പി ചേഞ്ചിന് ഇക്വേഷൻ എന്തായിരുന്നു? ഫേസ് ട്രാൻസ്ഫോർമേഷൻ. അപ്പം ഡെൽറ്റ എച്ച് എന്തോ ഒരു പരിപാടി, ഇത് എന്താണ് ഡെൽറ്റ എച്ച് ഫ്രീസിങ് ആണല്ലോ, ഐസ് വാട്ടർ, സോറി ഡെൽറ്റ എച്ച് ഫ്യൂഷൻ ആണ്. സോ ഡെൽറ്റ എച്ച് ഫ്യൂഷൻ ഗിവൺ ആയിരിക്കും. സോ എന്തുകൊണ്ട് എം കൊടുത്തത്? M/18 എന്തുകൊണ്ട്? M/18 എന്ന് പറഞ്ഞാൽ മോൾസ് ആണ്. സോ എത്രയാണ് മോൾസ് ഉണ്ടാവുന്നത് അത് ഇൻറ്റു ഡെൽറ്റ എച്ച് ഫ്യൂഷൻ എന്നുള്ള കഥ മനസ്സിലാക്കണം, ഡിവൈഡഡ് ബൈ അതിൻ്റെ ടെമ്പറേച്ചർ, ആ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദാറ്റ് ഈസ് 273 കെൽവിൻ. ഓക്കെ, അടുത്ത് നോക്കിയൊക്കെ 0 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ള വാട്ടർ അത് 100 ഡിഗ്രി സെൽഷ്യസിലേക്ക് വാട്ടർ, കാരണം ബോയിൽ ചെയ്യണം, കഥ ബോയിൽ ചെയ്യണമല്ലോ. സോ ബോയിൽ ചെയ്യും, നമ്മൾ ബോയിൽ ചെയ്യുന്നുണ്ട്. ശരി, അപ്പോൾ അതൊന്നും ഒരു ടെമ്പറേച്ചർ ചേഞ്ച് ആവുന്ന ഒരു കഥയാണ്. സോ വീണ്ടും MS ln T2/T1, T2 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഫൈനൽ ടെമ്പറേച്ചർ, T1. ഓക്കെ ഫൈൻ, അതൊക്കെ ഗീവൺ ആയി, ഇതിൻ്റെ ഇൻഫോർമേഷൻസ് ഗീവൺ ആയിരിക്കും. ഇപ്പോൾ നമ്മളൊരു ആർബിട്രറി ആയിട്ടുള്ള വാല്യൂസ് ആണ് എടുക്കുന്നത്. പിന്നെ 100 ഡിഗ്രി സെൽഷ്യസ് വാട്ടറിന് 100 ഡിഗ്രി വേപ്പർ. അപ്പോൾ ഇത് ഫേസ് ട്രാൻസ്ഫോർമേഷൻ്റെ കഥയാണ്. ഫേസ് ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ ഡെൽറ്റ എച്ച് വേപ്പറൈസേഷൻ കിട്ടും, ഡെൽറ്റ എച്ച് വേപ്പറൈസേഷൻ ഇൻറ്റു M/18, കാരണം മോൾസ് കൊണ്ട് മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡഡ് ബൈ എന്താണ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, ദാറ്റ് ഈസ് 100 ഡിഗ്രി സെൽഷ്യസ്, ദാറ്റ് ഈസ് 373 കെൽവിൻ. ഫൈൻ, അതുമായിട്ടുണ്ട് ഡെൽറ്റ എച്ച് 4 ആയി. ഇനി എന്താ 100 ഡിഗ്രി വേപ്പറിന് 700 ഡിഗ്രി വേപ്പറിലേക്ക് പോകണം. അപ്പോൾ ടെമ്പറേച്ചർ ചേഞ്ചിൻ്റെ കഥയാണ്. അപ്പോൾ കേസ് 1 ആണ് നടക്കുന്നത്. അവിടെ വീണ്ടും എന്താണ് MS ln T2/T1 അപ്ലൈ ചെയ്താൽ വീണ്ടും എല്ലാ കേസിലുടെയും എൻട്രോപ്പി ചേഞ്ച് കിട്ടിയിട്ടുണ്ട്. ഇപ്പം സിസ്റ്റത്തിന് എൻട്രോപ്പി ചേഞ്ച് ഇത്ര നേരം കാൽക്കുലേറ്റ് ചെയ്തത്, ഇത് മുഴുവൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റത്തിന് എൻട്രോപ്പി ചേഞ്ച് കിട്ടും. അപ്പോൾ സിസ്റ്റത്തിന് എൻട്രോപ്പി ചേഞ്ച് കിട്ടി. ഇനി എൻട്രോപ്പി ചേഞ്ച് എന്താണ്? എൻട്രോപ്പി ചേഞ്ച് ഓഫ് ദി ബാത്ത് നമുക്ക് നോക്കാം. അപ്പോൾ എൻട്രോപ്പി ചേഞ്ച് ഓഫ് ദി ബാത്ത് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇവിടെ ഓരോ കേസിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഡെൽറ്റ എച്ച് എന്താണ് പോസിറ്റീവായിട്ട് വരുന്നത്. നമ്മൾ എനർജി കൊടുക്കണം. ഐസിന്ന് വാട്ടറിലേക്ക് പോകണമെങ്കിൽ ഡെഫിനറ്റ്ലി സറൗണ്ടിങ്സ് നിന്ന് എനർജി അബ്സോർബ് ചെയ്തിട്ടാണ് ഐസിൽ നിന്ന് വാട്ടറിലേക്ക് പോകുന്നത്, വാട്ടറിൽ നിന്ന് വേപ്പറിലേക്ക് പോകുന്നത്, വേപ്പറിൽ നിന്ന് ഇത്രയും ഈ ഒരു 700 ഡിഗ്രി കെൽവിനിലുള്ള വേപ്പറിലേക്ക് മാറുന്നത്. സോ ഡെഫിനറ്റ്ലി ഇവിടുന്ന് ഹീറ്റ് അബ്സോർബ് ആണ് ചെയ്യുന്നത്. ആരെടുത്തുനിന്ന്? നമ്മുടെ സറൗണ്ടിങ് നിന്നാണ്. അപ്പോൾ നമുക്കറിയാം ഡയറക്റ്റ് എന്താണ് സറൗണ്ടിങ്ങിൻ്റെ എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് മൈനസ് ഡെൽറ്റ എച്ച് ഓഫ് ദി സിസ്റ്റം ഡിവൈഡ് ബൈ ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, ആൻഡ് സറൗണ്ടിങ് ടെമ്പറേച്ചർ എത്രയായിരുന്നു? ദാറ്റ് ഈസ് 700 കെൽവിൻ. കാരണം ആ ലാസ്റ്റ് വേപ്പർ 700 കെൽവിനിലേക്ക് എത്തുന്നുണ്ട് അല്ലേ, ആ ഒരു സിസ്റ്റം അതേ കെൽവിനിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു മൈനസ് കൊടുക്കാം. എന്നിട്ട് ഓരോ സമയത്തുള്ള ഹീറ്റ് ചേഞ്ച് ഡിവൈഡ് ബൈ ടെമ്പറേച്ചർ ആവശ്യമില്ല, ഓരോ സമയത്തിൽ ഹീറ്റ് ചേഞ്ച് മാത്രം നേരത്തെ ചെയ്ത അത് തന്നെ, ഡിവൈഡ് ബൈ ടെമ്പറേച്ചർ ഒഴികെയുള്ള സാധനങ്ങൾ മാത്രം. ഓക്കെ, ഡെൽറ്റ എച്ച് ഫ്യൂഷൻ ഡിവൈഡ് ബൈ M, പിന്നെ എന്താണ് ഇത് MS ഡെൽറ്റ ടി ആ ഒരു സംഭവമാണ്, ഡിവൈഡ് ബൈ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, അതാണ് പരിപാടി. ഓക്കെ, സോ ലാസ്റ്റ് നെറ്റ് എന്താണ് യൂണിവേഴ്സിൻ്റെ എൻട്രോപ്പി ചേഞ്ച് കൂടി കണ്ടെത്താൻ പറ്റും. ഇനി ഐഡിയൽ ഗ്യാസ് അണ്ടർഗോയിങ് സം പ്രോസസ്. നമ്മൾ ഒന്നാമത്തെ കേസ് എന്തായിരുന്നു? ഒരു ടെമ്പറേച്ചർ എന്താണ് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ പുറത്തുള്ള സറൗണ്ടിങ്സ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്, അത് കേസ് 1. കേസ് 2 എന്ന് പറഞ്ഞാൽ ഫേസ് ട്രാൻസ്ഫോർമേഷനിൽ ഉണ്ടാകുന്ന എൻട്രോപ്പി ചേഞ്ച്. പിന്നെ കേസ് 3 ആണ് ഇനി ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഗ്യാസിൽ ഉണ്ടാകുന്ന പർട്ടിക്കുലർ പ്രോസസ്സ്, ഗ്യാസ് എന്തൊക്കെ ചെയ്യും? ഒന്ന് എക്സ്പാൻഡ് ചെയ്യും, ഒന്ന് കോൺട്രാക്ട് ചെയ്യും, കംപ്രസ് ചെയ്യും, പിന്നെ എന്ത് ചെയ്യുക? പല രീതി ഐസോതെർമൽ എക്സ്പാൻഷൻ ഉണ്ട്, അഡിയാബാറ്റിക്, അങ്ങനത്തെ പല കഥകളുണ്ട്. സോ ആ പല കഥകളിലും ഉണ്ടാവുന്ന എൻട്രോപ്പി ചേഞ്ചാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഫൈൻ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ദാറ്റ് W അല്ല ഡെൽറ്റ U = Q + W. സോ
നമുക്ക് എന്തായാലും എന്തിനായാലും ഡെൽറ്റ എച്ച് ഓഫ് ദി സിസ്റ്റം കിട്ടുകയാണെങ്കിൽ ഡെൽറ്റ എച്ച് ഓഫ് ദി സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പറഞ്ഞ ഇക്വേഷൻ ഡി ക്യൂ ഡിവൈഡ് ബൈ ടെമ്പറേച്ചർ. സോ ഡി ക്യൂലേക്ക് എത്തിക്കണം. സോ ഡി ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു മൈനസ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഡി ക്യൂ. തൽക്കാലം ഡി ക്യൂ എന്ന ഫോർമാറ്റിൽ എഴുതാം കേട്ടോ. ആൻഡ് ഡെൽറ്റ യു എന്താണ്, ഡെൽറ്റ യുടെ ഇക്വേഷൻ ഉണ്ട്, ദാറ്റ് ഈസ് എല്ലാവർക്കും അറിയുന്ന ഇക്വേഷൻ, ദാറ്റ് ഈസ് എൻ സി വി ഡെൽറ്റ ടി അല്ലേ, എൻ സി വി ഡെൽറ്റ ടി. ഓക്കെ ഫൈൻ. മൈനസ് എന്തിൻ്റെ വർക്ക് ഡൺ ആയാലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് മൈനസ് പി എക്സ്റ്റേണൽ വി. സോ ഇത് പ്ലസ് വരും, പി എക്സ്റ്റേണൽ ഇൻറ്റു ഡി വി എന്ന് പറയാൻ പറ്റും. ആൻഡ് നമുക്ക് പറയാൻ പറ്റും ഇത് തൽക്കാലം റിവേഴ്സിബിൾ പ്രോസസ് ആണെന്ന് വിചാരിച്ചു. ഓക്കെ, റിവേഴ്സിബിൾ പ്രോസസ്സ് ആണെങ്കിൽ എൻ സി വി ഡെൽറ്റ ടി പ്ലസ് പി എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ പി ഗ്യാസ് ആണ്. കാരണം റിവേഴ്സിബിൾ പ്രോസസ്സിൽ പി എക്സ്റ്റേണൽ ഇസ് പി ഗ്യാസ് ആൻഡ് പി ഗ്യാസ് എന്ന് പറഞ്ഞാൽ പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി. സോ പി ഇസ് ഈക്വൽ ടു എൻ ആർ ടി ബൈ വി. സോ എൻ ആർ ടി ബൈ വി ഇൻറ്റു ഡി വി. ഇനി ഇൻറ്റഗ്രേറ്റ് ടോട്ടൽ ഹീറ്റ് ചേഞ്ച് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ഇൻറ്റഗ്രേറ്റ് ഡിവൈഡ് ബൈ ടെമ്പറേച്ചർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക, ടെമ്പറേച്ചർ സിസ്റ്റം ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വിൽ ഗെറ്റ് ഇസ്, ഇത് ഡി ടി ആയിട്ട് എഴുതാം, ഇത് ഡി വി ആയിട്ട് എഴുതാം. അപ്പോൾ നമുക്ക് ഈ ടെമ്പറേച്ചറും ക്യാൻസൽ ആയി പോവും, സിസ്റ്റത്തിൻ്റെ തന്നെ അല്ലേ. അപ്പോൾ ഇത് ക്യാൻസൽ ആവും. പിന്നെ ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ കിട്ടാൻ ലാസ്റ്റ്, ഡെൽറ്റ എസ് ഓഫ് ദി സിസ്റ്റം ഇസ് ഈക്വൽ ടു ഏത് പ്രോസസ് ആയിക്കോട്ടെ, എന്ത് തേങ്ങ പ്രോസസ്സ് ആയിക്കോട്ടെ, ദാറ്റ് ഈസ് എൻ സി വി എൽ എൻ ടി ടു ബൈ ടി വൺ. ഓക്കെ, പ്ലസ് എൻ ആർ എൽ എൻ വി ടു ബൈ വി വൺ എന്നുള്ളൊരു ഇക്വേഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണ്. ഓക്കെ, ഡിറൈവ് ചെയ്യണമെങ്കിൽ ഓക്കെ. അപ്പോൾ ടു ചേഞ്ച് ദി എൻട്രോപ്പി ഓഫ് ഐഡിയൽ ഗ്യാസ് സിസ്റ്റം, ഒരു ഐഡിയൽ ഗ്യാസ് സിസ്റ്റം ആണെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഒന്ന് നമുക്ക് വോളിയം ചേഞ്ച് ചെയ്യാൻ പറ്റും. വോളിയം ചെയ്ത് തന്നെ എൻട്രോപ്പി ചേഞ്ച് ആവും. പിന്നെ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എൻട്രോപ്പി ചേഞ്ച് ആവും എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ, അതാണ് രണ്ട് ഫാക്ടേഴ്സ്. ഓക്കെ, പിന്നെ എന്താണ്, ഓൺ ചേഞ്ചിങ് ദി ടെമ്പറേച്ചർ അറ്റ് കോൺസ്റ്റന്റ് വോളിയം എൻട്രോപ്പി ചേഞ്ചസ്. ശരിയാണ്, ടെമ്പറേച്ചർ മാറിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എൻട്രോപ്പി ചേഞ്ച് ആവും. ഓൺ ചേഞ്ചിങ് ദി വോളിയം അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എൻട്രോപ്പി ചേഞ്ചസ്. അതെ, വോളിയം ചേഞ്ച് ചെയ്താൽ എൻട്രോപ്പി ചേഞ്ച് ആവും, സത്യമാണ്. ഓൺ ചേഞ്ചിങ് വോളിയം ആൻഡ് ടെമ്പറേച്ചർ എൻട്രോപ്പി ചേഞ്ചസ് ഓൾവേസ്. ഇല്ല, അത് പറയാൻ പറ്റില്ല. മേ ബി എന്താണ് വോളിയം ചേഞ്ചിന് അനുസരിച്ചിട്ട് എൻട്രോപ്പി മേ ബി കൂടിയിട്ടുണ്ടാവും. ശരി, ഇനി ടെമ്പറേച്ചർ ചേഞ്ചിനനുസരിച്ചിട്ട് എൻട്രോപ്പി മേ ബി കുറഞ്ഞിട്ടുണ്ടാവും. രണ്ടും നളിഫൈ ആയിട്ടുണ്ടെങ്കിലോ, കൂടിയതും കുറഞ്ഞതും ഒരേപോലെ കട്ടായി പോയിട്ടുണ്ടെങ്കിലോ അന്നേരം എൻട്രോപ്പിക്ക് ഒരു വ്യത്യാസം ഉണ്ടാവില്ല അല്ലേ. സോ അത് നമുക്ക് എപ്പോഴും പറയാൻ പറ്റില്ല, മേ ഓർ മേ നോട്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇനി ഐസോതെർമൽ പ്രോസസ് റിവേഴ്സിബിൾ ഉണ്ടാകുന്ന എൻട്രോപ്പി ചേഞ്ച് ആണ്. എന്നാൽ ഡയറക്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു, സിസ്റ്റത്തിൻ്റെ ആണെങ്കിൽ വിനോ ദാറ്റ് റിവേഴ്സിബിൾ പ്രോസസ്സും കൂടി തന്നിട്ടുണ്ട്. നേരത്തെ റിവേഴ്സിബിളിനാണ് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നിങ്ങളൊരു മാറ്റം മനസ്സിലാക്കണം, റിവേഴ്സിബിളിനാണ് ഇവിടെ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുള്ളത് ഡെൽറ്റ സിസ്റ്റം. ഓക്കെ, എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, സ്റ്റേറ്റ് ഫംഗ്ഷനാണ്. അത് ഏത് പാത്തിലൂടെ പോയാലും, റിവേഴ്സിബിൾ പാത്തിലൂടെ ആയാലും ഇറിവേഴ്സിബിൾ പാത്തിലൂടെ പോയാലും വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഡെൽറ്റ ഓഫ് ദി സിസ്റ്റം എന്ന് പറഞ്ഞ ഈക്വേഷൻ ഉണ്ടല്ലോ, ഏതെങ്കിലും ഗ്യാസസിൻ്റെ പ്രോസസ്സിന് ഉണ്ടാകുന്ന ഈ ഇക്വേഷൻ, അത് റിവേഴ്സിബിൾ പാത്തിനായാലും ഇറിവേഴ്സിബിൾ പാത്തിലാണെങ്കിൽ വാലിഡ് ആണ്. ബിക്കോസ് എൻട്രോപ്പി ഈസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ ആൻഡ് നോട്ട് എ പാത്ത് ഫംഗ്ഷൻ. ഓക്കെ, അതുകൊണ്ട് ഐസോതെർമൽ പ്രോസസ്സിലുള്ള റിവേഴ്സിബിൾ ഡയറക്റ്റ് നമ്മൾ ഇക്വേഷൻ എന്തായിരുന്നു, എൻ ആർ എൽ എൻ വി ടു ബൈ വി വൺ പ്ലസ് എൻ സി വി എൽ എൻ ടി ടു ബൈ ടി വൺ. ഓൾ റൈറ്റ്. സോ ഡെഫിനറ്റ്ലി ടെമ്പറേച്ചർ ഈസ് കോൺസ്റ്റൻറ്റ്. ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ് ബൈ ടി ടു ഇസ് ഈക്വൽ ടി വൺ. സോ എൽ എൻ വൺ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് 0. സോ ദിസ് ഗോൺ. ആകെ പിന്നെ ഈ ഇക്വേഷൻ മാത്രമേ ബാക്കിയുള്ളൂ. സോ ഇതാണ് ഉത്തരം, കഴിഞ്ഞു. ഇനി എക്സ്പാൻഷൻ ആണെങ്കിൽ വിചാരിച്ച് നോക്ക്, വി ടു കൂടിക്കഴിഞ്ഞാൽ ഇറ്റ്സ് പോസിറ്റീവ്. സോ ഡെൽറ്റ എസ് എന്തായിരുന്നുണ്ട്, എൻട്രോപ്പി കൂടുന്നുണ്ട്. ഇനി വി ടു ഇസ് ലെസ് ദാൻ വി വൺ ആണെങ്കിൽ എൽ എന്ന് പറയുന്ന ടേം നെഗറ്റീവ് ആണ്. സോ എൻട്രോപ്പി കുറയുന്നുണ്ട്. അത്രയേ ഉള്ളൂ കഥ. ഇനി എൻട്രോപ്പി ചേഞ്ച് ഓഫ് സറൗണ്ടിങ് എൻട്രോപ്പി ചേഞ്ച് ഏത് ഐസോതെർമൽ റിവേഴ്സിബിൾ പ്രോസസ്സിലാണെങ്കിൽ മനസ്സിലാക്കണം, ഡെൽറ്റ എസ് ഓഫ് ദി സറൗണ്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞത് ഡെൽറ്റ എച്ച് ഓഫ് ദി മൈനസ് ഡെൽറ്റ എച്ച് ഓഫ് ദി സിസ്റ്റം ഡിവൈഡ് ബൈ ടെമ്പറേച്ചർ, റൈറ്റ്. Okay, so delta H system, that is dq എന്താണ് എനർജി ചേഞ്ച്. ആൻഡ് വി നോ ദാറ്റ് അക്കോർഡിംഗ് ടു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് w എന്ന് തുടങ്ങി പോകുന്ന ഫസ്റ്റ് ലോ ഓഫ് ടൈമോ ഡെൽറ്റ യു ഇസ് 0. സോ യു കുഡ് സേ ദാറ്റ് w ഇസ് ഈക്വൽ ടു മൈനസ് ക്യൂ ആൻഡ് q ഇസ് ഈക്വൽ ടു മൈനസ് w, റൈറ്റ്. സോ q കിട്ടണം, അത് മൈനസ്, അപ്പോൾ വർക്ക് കണ്ടെത്തിയാൽ മതി, ഐസോതെർമൽ വർക്ക്. സോ മൈനസ് w, സോ ഇവിടെ എക്സ്ട്രാ മൈനസ് ആണ്, ആ മൈനസ് വൺ പ്ലസ് ആവും. സോ പ്ലസ് വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ പ്രോസസ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഇക്വേഷൻ nRT ln T2 ഇതേത് ഇക്വേഷൻ, nRT minus nRT ln T2 by ഓക്കെ കറക്റ്റ് തന്നെയാണ്, nRT ln T2 by T1 ഡിവൈഡ് ബൈ ടെമ്പറേച്ചർ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇത് ടെമ്പറേച്ചർ ഓഫ് ദി സിസ്റ്റം ആണ്, കറക്റ്റ്. ഇത് ടെമ്പറേച്ചർ ഓഫ് ദി സറൗണ്ടിങ് ആണ്, ശരി. പക്ഷേ ഐസോതെർമൽ പ്രോസസ്സിൽ നിങ്ങൾ ചിന്തിച്ച് നോക്ക്, ടെമ്പറേച്ചർ ഒരു വ്യത്യാസമില്ല, കറക്റ്റ്. അപ്പോൾ സറൗണ്ടിൻ്റെ ടെമ്പറേച്ചർ പുറത്തുനിന്ന് കൊടുക്കുന്ന ഹീറ്റ് കംപ്ലീറ്റ് വർക്കായിട്ട് പോകുന്നു, അല്ല പുറത്തുനിന്ന് കൊടുക്കുന്ന വർക്ക് കംപ്ലീറ്റ് ഹീറ്റായിട്ട് പുറത്തോട്ട് പോകുന്നുണ്ട്, ശരി. അതുകൊണ്ട് തന്നെ സിസ്റ്റത്തിൻ്റെ ഹീറ്റിന് അല്ല സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ ഒരു വ്യത്യാസമില്ല, അതേപോലെ സറൗണ്ടിങ് ടെമ്പറേച്ചർ ഒരു വ്യത്യാസമില്ല, ശരി. അപ്പം രണ്ടുപേർക്കും ഒരു വ്യത്യാസം ഇല്ലെങ്കിൽ അങ്ങനെ നിൽക്കണമെങ്കിൽ, അഥവാ രണ്ടുപേരും ടെമ്പറേച്ചർ വ്യത്യാസം ഉണ്ടെങ്കിൽ ഹീറ്റ് എക്സ്ചേഞ്ച് എന്തായാലും നടക്കും, വേണ്ടാണ്ടൊക്കെ ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കും. പക്ഷെ അങ്ങനെ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ രണ്ടുപേരും ടെമ്പറേച്ചർ സെയിം ആണ്, ദാറ്റ് ഈസ്
ടെമ്പറേച്ചർ ഓഫ് ദി സറൗണ്ടിങ് ഈസ് ഓൾസോ ഈക്വൽ ടു ടെമ്പറേച്ചർ ഓഫ് ദി ആരുടെ ടെമ്പറേച്ചർ ഓഫ് സറൗണ്ടിങ് ഈസ് ആക്ച്വലി ഈക്വലിംഗ് ടു ടെമ്പറേച്ചർ ഓഫ് സിസ്റ്റം. അതുകൊണ്ട് ഇനി ടി ടി ക്യാൻസൽ ആവും. സോ NR ln T2/T1 എന്നുള്ള കഥ കിട്ടിയിട്ടാണ് NR ln, സോറി ഇത് T2 അല്ല V2 കേട്ടോ, V2/V1 കേട്ടോ. ഓക്കെ, സോ ആ ടി ടി പോയി. സോ ഡെൽറ്റ എസ് ഓഫ് ദി സറൗണ്ടിങ് കിട്ടിയിട്ടുണ്ട്, ഡെൽറ്റ എസ് ഓഫ് ദി സിസ്റ്റം നേരത്തെ കണ്ടുപിടിച്ചതാണ്. സോ രണ്ടൊന്ന് ആഡ് ചെയ്തോ മനസ്സിലാവും, അത് 0 ആണ്. ദാറ്റ് മീൻസ് ഇൻ എൻ ഐസോതെർമൽ റിവേഴ്സിബിൾ പ്രോസസ് we could say that the delta S is always 0 because in the reversible process മെല്ലെ നടക്കുന്നത്. അപ്പോൾ എന്തായാലും ഡെഫിനറ്റ്ലി ആ വോളിയം ചേഞ്ച് ആയാലും ഇല്ലെങ്കിലും വലിയ വ്യത്യാസമൊന്നുമില്ല ഇൻട്രോ. പിന്നെ ഏത് പ്രോസസ് ആയാലും റിവേഴ്സിബിൾ ഏത് പ്രോസസ് ആയാലും എപ്പോഴും എൻട്രോപ്പി ചേഞ്ച് 0 ആണെന്ന കാര്യം മനസ്സിലാക്കാം. ഇനി ഇറിവേഴ്സിബിൾ ഐസോതെർമൽ പ്രോസസ് ആണെങ്കിൽ എന്താണ് ഡെൽറ്റ എച്ച് ഓഫ് ദി സിസ്റ്റം കണ്ടെത്തണമെങ്കിൽ ഇതേ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റും. ബിക്കോസ് ഡെൽറ്റ എസ് ഇസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ നോട്ട് എ പാത്ത് ഫംഗ്ഷൻ. ശരി, ഓക്കെ, അതുകൊണ്ട് ഈ ഇക്വേഷൻ തന്നെ ഡയറക്റ്റ് ഉപയോഗിക്കാൻ പറ്റും. ഇതാ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എന്താണ് ഡെൽറ്റ എസ് ഓഫ് ദി സറൗണ്ടിങ് എന്നുള്ള സാധനം, ഡെൽറ്റ എസ് ഓഫ് ദി സറൗണ്ടിങ് ഈസ് ആക്ച്വലി ഡിപ്പെൻഡിങ് അപ്പോൺ മൈനസ് ഓഫ് വർക്ക്, നേരത്തെ പറഞ്ഞ Q/T എന്നാണ്. അല്ലെങ്കിൽ Q എന്ന് പറഞ്ഞാൽ ആരുടെ Q, ഹീറ്റ് ഓഫ് ദി സിസ്റ്റം, സിസ്റ്റത്തിൻ്റെ എന്താണ് ബന്ധപ്പെട്ട ആ ഹീറ്റിൻ്റെയാണ്. ഓക്കെ, സോ മൈനസ് ഡെൽറ്റ എച്ച് ഓഫ് ദി സിസ്റ്റം / ടെമ്പറേച്ചർ ആണ്. ശരി, സോ അതിനെ ഞാൻ -W ബിക്കോസ് Q എന്ന് പറഞ്ഞാൽ -W ആണ്. സോ ഇത് മൈനസ് പ്ലസ് ആണ്. സോ W / ടെമ്പറേച്ചർ, ആൻഡ് വി നോ delta S of the surrounding is actually depending on the W. So if it's depending upon the W, that's work, and work is a path function. So ഇത് റിവേഴ്സിബിൾ കാര്യത്തിൽ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഡെഫിനറ്റ്ലി. സോ ഡെൽറ്റ എസ് ഓഫ് ദി സറൗണ്ടിങ് അത് ആക്ച്വലി റിവേഴ്സിബിളോ അല്ലെങ്കിൽ ഇറിവേഴ്സിബിളോ എന്ന കാര്യത്തിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെ W എന്ന് പറഞ്ഞാൽ ഒരു ഇറിവേഴ്സിബിൾ പ്രോസസ്സിലുണ്ട് വർക്ക് ഡൺ. ദാറ്റ് ഈസ് വി ഓൾ നോ ദാറ്റ് ഈസ് ഈ മൈനസ് ഞാൻ എക്സ്റ്റേണലി -P dV എന്നുള്ള ഉദ്ദേശിച്ചിട്ടാണ്. സോ P external into dV upon temperature, right? സോ P external dV upon temperature, അതാണ് ഉത്തരം. ഓക്കെ, ടോട്ടൽ എൻട്രോപ്പി ഓഫ് ദി യൂണിവേഴ്സ് നമുക്ക് ആഡ് ചെയ്താൽ ഇതാണ് കിട്ടുക.